ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എന്താ പറയുക, കുറേ ദിവസത്തിന് ശേഷം ഞാൻ ചോറുണ്ടാക്കി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര നാളും പിന്നെ എന്താ ഉണ്ടാക്കിയത്. പക്ഷെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ സാധാരണ ചോറും എന്താ പറയുക മീൻകറി അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ്. എന്തെങ്കിലുമെല്ലാം തട്ടിക്കൂട്ടി ഒപ്പിക്കൽസ് എന്നാണെന്ന് അറിയാം. അപ്പോൾ ഇന്ന് എന്താ പറയുക ഹസ്ബൻഡിന് ലീവും പിന്നെ വീക്കെൻഡ് അല്ലേ, അപ്പോൾ ഒന്ന് വിസ്തരിച്ചിട്ട് ചോറും കറിയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചിട്ട് കുറേ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ആദ്യം ഇതാ ക്യാബേജ് തോരനായിരുന്നു. അത് എൻ്റെ ഫേവറേറ്റാണ് ക്യാബേജ്. അപ്പോൾ ക്യാബേജ് വറവ് പിന്നെ മീൻ പൊരിച്ചത്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നലത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ അതൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കറി പരിപ്പാണ്. പരിപ്പ് വിട്ടിട്ടൊരു കളിയില്ല. പരിപ്പ് കറിയാണ് എപ്പോൾ ഉണ്ടാകും. മീൻ കറിയൊന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മീൻ പിന്നെ നമ്മൾ എന്താ പറയുക ഫ്രൈ ആക്കാൻ മാത്രമേ എടുക്കലുള്ളൂ. അപ്പോഴേ എല്ലാവരും കഴിക്കും. അപ്പോൾ പരിപ്പ് കറി മസ്റ്റാണ് ചോറിന്. അപ്പോൾ ചോറും പരിപ്പ് കറിയും പിന്നെ മീൻ പൊരിച്ചതും. മീൻ നമ്മളെ ഇവിടെ എന്താ പ്യാപ്ല എന്ന് പറയും, നാട്ടിലെല്ലാം നമ്മളങ്ങനെ പ്യാപ്ല എന്നാണ് പറയൽ ആ മീനിന്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിന് പേര് ഒന്ന് മാറ്റി സ്റ്റൈലിഷ് സുൽത്താന അങ്ങനത്തെ പേരായി. അപ്പോൾ അതായിരുന്നു മീൻ പൊരിച്ചത്. പിന്നെ ക്യാബേജ് വറവ്, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതന്നെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കലുള്ളൂ. അല്ലെങ്കിൽ പുലാവോ അല്ലെങ്കിൽ മറ്റേ ടൊമാറ്റോ റൈസ് അങ്ങനത്തെ എന്തെങ്കിലും ചോറെല്ലാം അങ്ങനെ 2 ദിവസമെല്ലാം എടുത്തിട്ട് ഒപ്പിക്കലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലഞ്ച്. നല്ല അടിപൊളിയായിട്ട് ചോറെല്ലാം തിന്ന്. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് കാര്യമായിട്ടൊന്നും ഷോപ്പിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഒന്ന് കറങ്ങി. പിന്നെ ഹോം സെൻറ്റർ, ഐക്ക, ഇതെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ നടന്ന് കാണാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ പോയാൽ എന്തെങ്കിലും ആവശ്യമുള്ള ഇങ്ങനെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് നല്ല എന്തെങ്കിലും പാത്രങ്ങളെല്ലാം കണ്ടാൽ ഒന്ന് വാങ്ങിക്കും. അങ്ങനെ കുറയൊന്നുമില്ല കേട്ടോ. പിന്നെ വിലയെല്ലാം നോക്കിയിട്ട് അങ്ങനെ എടുക്കലുള്ളൂ. ഒന്നാമത് വെക്കാനും സ്ഥലം വേണമല്ലോ. അങ്ങനെ നോക്കി പിന്നെ പോയ സ്ഥിതിക്കൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഷോപ്പിംഗ് വ്ളോഗ് എന്താ പറയുക, ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും അതുണ്ടാവും. പിന്നെ വെറുതെ ഒന്ന് കറങ്ങി വീഡിയോ എല്ലാം എടുത്തു. പിന്നെ ഇത് മെയിനായിട്ട് ചെടി തന്നെയായിരിക്കും നോക്കാം. പിന്നെ ചെടി, ഫ്ലവേഴ്സ് അങ്ങനത്തെ എല്ലാം അങ്ങനെയെല്ലാം ഒന്ന് നോക്കി. കാണാൻ തന്നെ എന്താ പറയുക, വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ് ഓരോന്ന്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നലത്തെ കുട്ടി വ്ളോഗ്. പിന്നെ നമ്മളെല്ലാവരും ഡിന്നർ കഴിച്ചു, രാത്രിയായി വീട്ടിൽ തിരിച്ചെത്തി കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.